ഹായ് പ്രിയരെ, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ ദിവസങ്ങളായി വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെ കലുഷിതമായ അന്തരീക്ഷമാണ്. അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ബംഗ്ലാദേശിനെ ഇളക്കിമറിക്കുന്ന പ്രക്ഷോഭത്തിൽ 1500 പേർക്ക് പരിക്കേൽക്കുകയും ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 105 മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. എന്തിനു വേണ്ടിയാണ് ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത്? അടിസ്ഥാന കാരണം തൊഴിലില്ലായ്മ തന്നെയാണ്. 17 കോടിയാണ് ബംഗ്ലാദേശിന്റെ ജനസംഖ്യ. ഇതിൽ 3.5 കോടിയോളം ചെറുപ്പക്കാർ തൊഴിൽ രഹിതരാണ് എന്നാണ് കണക്കുകൾ പറയുന്നത്. ബംഗ്ലാദേശിന്റെ കൂടുതൽ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. എന്നാലും 1971 സ്വാതന്ത്ര്യം നേടിയ ബംഗ്ലാദേശ് ഇപ്പോൾ ഭരിക്കുന്നത് അവാമി ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. വർഷങ്ങൾക്ക് മുമ്പ് മരവിപ്പിച്ച സംവരണം തിരികെ കൊണ്ടുവരാനുള്ള സർക്കാർ നീക്കമാണ് ഇപ്പോഴത്തെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് കാരണം. 2018 ഈ സംവരണങ്ങൾ മുഴുവൻ മരവിപ്പിച്ചത്. ബംഗ്ലാദേശിന്റെ സംവരണം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ 30% 1971 സ്വതന്ത്ര സമരത്തിൽ പങ്കെടുത്തവരുടെ പിൻഗാമികൾക്ക്. ഇത് നിർത്തണം എന്നാണ് പ്രക്ഷോഭകരുടെ പ്രധാന ആവശ്യം. 10% അവികസിത ജില്ലകളിൽ നിന്നുള്ളവർക്കായും 5% ആദിവാസികൾക്കായും 1% ഭിന്നശേഷിക്കാർക്കുമാണ് ബംഗ്ലാദേശ് നിയമമനുസരിച്ചുള്ള സംവരണം. പ്രക്ഷോഭകർ പറയുന്നത് സ്വതന്ത്ര സമരത്തിൽ പങ്കെടുത്തവരുടെ പിൻഗാമികൾക്ക് സംവരണം ചെയ്ത 30% ഗുണം ലഭിക്കുന്നത് ഇപ്പോൾ ബംഗ്ലാദേശ് ഭരണം കൈയാളുന്ന അവാമി ലീഗിന്റെ ആളുകൾക്കാണ്. ജൂൺ 5 ബംഗ്ലാദേശിന്റെ ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു. 1971 സ്വതന്ത്ര സമരത്തിൽ പങ്കെടുത്തവരുടെ ആശ്രിതരുടെ ഹർജി പരിഗണിച്ച കോടതി അവരുടെ നിർത്തലാക്കിയ 30% സംവരണം പുനഃസ്ഥാപിക്കാൻ ഉത്തരവിട്ടു. ഈ ഉത്തരവ് ബംഗ്ലാദേശ് സുപ്രീം കോടതി റദ്ദു ചെയ്തു. എങ്കിലും അന്ന് ആരംഭിച്ച പ്രക്ഷോഭമാണ് ഇപ്പോൾ ബംഗ്ലാദേശ് എന്ന രാജ്യം സ്തംഭനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭരണത്തിന്റെ മറവിൽ എന്നും ജനങ്ങളെ കബളിപ്പിച്ച് ഭരണം നടത്തുക എന്നത് ഒരു സർക്കാരുകൾക്കും സാധ്യമല്ല. തൊഴിലില്ലായ്മ ഇന്ന് ലോകം നേരിടുന്ന ഒരു വലിയ വിപത്ത് തന്നെയാണ്. ഏത് സർക്കാർ ഭരണം നടത്തിയാലും രാജ്യത്ത് തൊഴിലവസരം സൃഷ്ടിക്കുക എന്നത് അതാത് സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോകുമ്പോൾ ആണ് ഇത്തരം സമരങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തി ഒരു നല്ല ഭരണം നടത്താൻ ബംഗ്ലാദേശ് സർക്കാരിന് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സ്തംഭനം അവസാനിപ്പിക്കാൻ ആ രാജ്യത്തിനാവും. ഏതായാലും പ്രക്ഷോഭം അതിരുവിട്ടാൽ അത് അവരുടെ നാശത്തിന് കാരണമാകും. ഒരു നല്ല തീരുമാനം അവരുടെ സുപ്രീം കോടതിയിൽ നിന്ന് പുറപ്പെടുവിക്കും എന്ന പ്രതീക്ഷയിൽ നമുക്കും കാത്തിരിക്കാം.